എങ്ങനെയാ പറയുന്നത്? അങ്ങനെയല്ല ഗായ്സ്. ഹേ ഹലോ, ദിസ് ഇസ് മീ സൈന. വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മളിപ്പോൾ എന്ത് നോക്കാൻ പോകുന്നേ? ഒരാളിരിപ്പുണ്ട്. എന്ത് നോക്കാൻ പോകുന്നേ? ഏത്? നമ്മൾ നോക്കാൻ പോകുന്നത് ബേബി പ്രോഡക്ട്സ് ആണല്ലേ? ആ, ബേബി പ്രോഡക്ട്സ് മീഷോ എന്ന് വാങ്ങിയ ബേബി പ്രോഡക്ട്സ് ആണ്. ആക്ച്വലി പിന്നെ മോൻ്റെ സമയത്ത് മോനിപ്പോൾ 6 വയസ്സായി. 6 വയസ്സല്ലേ? 6 years. 6 വയസ്സായി. അപ്പം 2019-ലായിരുന്നു ഡെലിവറി. ആ ടൈമിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഐറ്റംസ് ഒന്നുമില്ല. ഇപ്പോഴത്തെ പോലെ അന്ന് ഉണ്ടായിരുന്നുള്ളത് എൻ്റെ ഒരു അറിവിൽ, എനിക്കറിയത്തില്ല, ഇനി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അറിവിൽ ഒരു പിന്നെ ബേബി ബെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് മറ്റേ നെറ്റൊക്കെ കവർ ചെയ്തിട്ടുള്ള ആ ഒരു സംഭവമായിരുന്നു. അപ്പം അതായിരുന്നു ഉണ്ടായിരുന്നുള്ളത്. അതിപ്പോൾ നമ്മൾ ചെയറിൽ കുഷ്യനായിട്ട് യൂസ് ചെയ്യണം. നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യണമല്ലോ അല്ലേ? ഇപ്പോൾ ഞാൻ പറയുന്നത് ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടോയെന്നും കൂടി എനിക്കറിയത്തില്ല. പിന്നെ അപ്പം ബേബി പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ ഒത്തിരി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓൺലൈനായാലും ഓഫ്ലൈനായാലും ഒത്തിരി ഐറ്റംസ് ബേബിക്ക് വേണ്ടിയിട്ടുള്ള പല പല ഐറ്റംസ്, വെറൈറ്റി ആയിട്ടുള്ള പല പല ഐറ്റംസ്. അന്നൊന്നും ഈ സംഭവങ്ങളില്ല. അന്നൊക്കെ ഈ പറഞ്ഞ പോലെ ആ ഒരു സംഭവം, ആ ഒരു ബേബി ബെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടംപോലെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഐറ്റംസ് കാണുമ്പോൾ തന്നെ വാങ്ങിക്കാനായിട്ട് തോന്നുന്നു. അങ്ങനത്തെ കുറേ ഐറ്റംസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ചെയ്തതും ഓൺലൈനിലാണ്, മീഷോയിലാണ്. മീഷോ, ഫ്ലിപ്കാർട്ട് അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് ബെറ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ അനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യും. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് മീഷോ പ്രോഡക്റ്റ്സ് ആണ്, ബേബി പ്രോഡക്റ്റ്സ് ആണ്. നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ അത് ബൈ ഷോപ്പിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പം അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഭയങ്കര ഇരട്ടി. ഷോപ്പിലൊക്കെ ആണെങ്കിൽ നല്ല ഇരട്ടിയിലാണ് അതിൻ്റെ പ്രൈസ് കൂടുന്നത്. അപ്പം അത് ഞാൻ നോക്കിയിട്ടാണ് ഞാൻ ഓൺലൈനിൽ നോക്കിയത്. അപ്പം നല്ല റേറ്റിന് വ്യത്യാസമുണ്ട്. പക്ഷേ ക്വാളിറ്റിയിൽ ഞാൻ വിചാരിച്ച ക്വാളിറ്റി അത്ര ഇതായിരിക്കത്തില്ല. കാരണം ഞാൻ നേരിട്ട് ഷോപ്പിൽ പോയിട്ട് അതിൻ്റെ ക്വാളിറ്റിയും ഈ ക്വാളിറ്റി എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് പിന്നെ ഡ്രൈ ഷീറ്റാണ്. ഇത് പുതപ്പല്ല, ഇത് ഡ്രൈ ഷീറ്റാണ്. ഇത് ഓൾറെഡി ഞാൻ ട്രൈ ചെയ്തായിരുന്നു. കാരണം വന്ന ഉടനെ തന്നെ ഞാനെല്ലാം പൊട്ടിച്ച് നോക്കും. ഇൻ കേസ് എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ പിന്നെ റോങ് ഐറ്റമാണ് വരുന്നതെങ്കിൽ പിന്നെ ഡിലേ ആവണം. അങ്ങനെ പൊട്ടിച്ച് നോക്കി എല്ലാം എടുത്ത സാധനങ്ങളാണ്. അപ്പോൾ ഇത് 3 ഷീറ്റാണ് വരുന്നത്. മെറൂൺ, പിങ്ക് ആൻഡ് ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ വിചാരിച്ചു ഇത്തിരി ലെങ്ത് കാണും, പക്ഷെ ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം ഒരു കുഞ്ഞ് കിടക്കാനുള്ള ഒരു സൈസ് ഉണ്ട് അല്ലേ? അല്ലേ? ക്യാമറ കണ്ടു നോക്കാം. ഇതാണ് പിന്നെ ഫസ്റ്റ് പ്രോഡക്റ്റ്, ഡ്രൈ ഷീറ്റ്. നമുക്ക് ബെഡിലൊക്കെ വിരിച്ചിട്ട് കുഞ്ഞുങ്ങളെ കിടത്താൻ പറ്റിയ ഒരു നല്ലൊരു പ്രോഡക്റ്റാണ്. 3 കളേഴ്സാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ₹168 ഇതിൻ്റെ പ്രൈസ്. ഞാൻ വാങ്ങിയപ്പോൾ ₹168. ഇപ്പോൾ അതിൻ്റെ റേറ്റ് ₹189. കുറച്ച് കൂടുതൽ. അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് പിന്നെ സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല, അതാണ് എൻ്റെ മിസ്റ്റേക്ക്. പക്ഷെ കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഓക്കെയാണ്. എന്നുവെച്ചാൽ ഈ ഒരു സൈസ് മതി, ഒത്തിരി വലുതും വേണ്ടല്ലോ. പിന്നെ നമുക്കൊരു 6 months വരെ യൂസ് ചെയ്യാമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ യൂസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് ലെങ്ത് എന്ന് പറയുന്നത് 50 to 70 centimeter ആണ്. സ്മോൾ സൈസാണ് അവർ മെൻഷൻ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. ഷോപ്പിൽ ഈ ഒരു സൈസിൽ കിട്ടത്തില്ല, വലിയ സൈസാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല.
ഞാൻ കണ്ടിട്ടുള്ളതിന് വലിയ സൈസാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഷോപ്പിൽ. പിന്നെ ഇനി അടുത്ത പ്രോഡക്റ്റ്സ് ഇതൊരു ടവലാണ്. ഒരു നല്ലൊരു ടവലാണ്. ഞാൻ പാക്ക് ചെയ്തു, സോറി അൺപാക്ക് ചെയ്ത് എല്ലാം നോക്കിയ സാധനമാണ്. നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇത് അത്യാവശ്യം ലെങ്തൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ മോൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു ഇത്, പക്ഷേ ഇവിടെ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അത് അത്യാവശ്യം ഇതിനേക്കാൾ കുറച്ചും കൂടെ ലെങ്ത് സെയിം തന്നെയാണ്. സെയിം ഇതുപോലെ തന്നെ നല്ല പിന്നെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, നല്ല സോഫ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ പൊതിഞ്ഞെടുക്കാൻ പറ്റിയൊരു മെറ്റീരിയലാണ്. ട്രാവലിങ്ങിനൊക്കെ യൂസ് ചെയ്യും. ഞാൻ മോൻ്റെ സമയത്ത് മറ്റേ ആ ഗിഫ്റ്റ് കിട്ടിയ ആ ടൗണിൽ ഞാൻ അത്യാവശ്യം നല്ല യൂസ് ചെയ്തു. ഇപ്പോഴും ഇവിടെ കിട്ടുള്ളൂ ഇപ്പോഴും. പക്ഷേ ഇപ്പം ലെങ്ത് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ വെച്ചേക്കുവാണ്. കൂടുതലും ട്രാവലിനാണ് യൂസ് ചെയ്തത്. ഇപ്പം ബെഡിലൊക്കെ കിടത്തുന്നെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ വേറെ കളറും അവൈലബിൾ ആണ്. ഒരു പിങ്ക് ഷെയ്ഡ് സംതിങ് അവൈലബിൾ ആണ്. നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ വാങ്ങിയത് 193 റുപ്പീസാണ്. നല്ല ആ ഒരു പ്രൈസിന് ഇത് കൊടുത്താണ് അത്യാവശ്യം. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് 206 റുപ്പീസാണ്. ഞാൻ വാങ്ങിയ സമയത്ത് കുറച്ച് റേറ്റ് കുറച്ചതാണോ എന്ന് എനിക്കറിയില്ല. വേറെയും കളേഴ്സും പ്രിൻറ്റും അവൈലബിൾ ആട്ടോ. റെഡും ഒരു പുള്ളിപ്പുലിയുടെയൊക്കെ ആ ഒരു ഷെയ്ഡ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് അടുത്ത ഇതെന്തിനാണ് ചോദിച്ചതെന്ന് വിചാരിച്ചു. ബെഡായിട്ട് യൂസ് ചെയ്യാനൊരു ബെഡ് ടൈപ്പ് ഒരു സംഭവമാണ്. ഇതിൻ്റെ ലെങ്ത് ഇത്ര വരുന്നത് എനിക്കറിയത്തില്ല. ഇതെന്തിനാണ് ജസ്റ്റ് നമുക്ക് ബെഡിലൊക്കെ കിടത്താം, അല്ലെങ്കിൽ തറയിൽ കളിക്കാൻ വേണ്ടിയിട്ട് കിടത്താം എന്ന് തോന്നുന്നു. സോഫ്റ്റാണ് എന്നാൽ പിന്നെ ഒരു ചൂടെടുക്കുന്ന മെറ്റീരിയലാണ്. ഞാൻ ഫോട്ടോ ആ ഒരു ഇതിൻ്റെ കണ്ടിട്ട് ജസ്റ്റ് കൊള്ളാമെന്ന് തോന്നിയത് വാങ്ങിയത്. അങ്ങനെയൊക്കെ കുറച്ച് താല്പര്യമാണ്. കുഴപ്പമില്ല, കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു ഇംഗ്ലീഷ്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് പറഞ്ഞില്ല. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 257 റുപ്പീസാണ് കേട്ടോ. പക്ഷെ ഞാനിത് ഓർഡർ ചെയ്തത്, ഞാൻ ആ ഒരു പിക്ചർ ഞാൻ മുകളിൽ കൊടുത്തേക്കാം, ഇവിടെ കൊടുത്തേക്കാം. ആക്ച്വലി ഇതിൻ്റെ ഫോട്ടോ, അതായത് ഫോട്ടോ കൊടുത്തിരിക്കുന്ന കണ്ട ആ ഭംഗി കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്യണം. പക്ഷേ അതിലെ പ്രിൻ്റ് അല്ല കിട്ടിയിരിക്കുന്നത്. അതിനൊപ്പം റേറ്റ് കൊടുത്തിരിക്കുന്നത് 282 റുപ്പീസാണ്. അത്യാവശ്യം ഞാൻ വാങ്ങിയതിനേക്കാൾ കുറച്ചും കൂടെ റേറ്റ് എല്ലാത്തിനും ആയിട്ടുണ്ട്. ഓക്കെ പ്രോഡക്റ്റായിട്ട് അത്ര നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. നെക്സ്റ്റ് അടുത്ത ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് കേട്ടോ. ഞാൻ ജസ്റ്റ് കവറിനകത്ത് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഈ ഒരു സംഭവം ഞാൻ അറിയാൻ കാരണം ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ ഒരു നെയ്ബർ ചേച്ചി അവരുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഡിഫറെൻറ്റ് പിന്നെ മസ്ലിൻ ക്ലോത്ത്, ഇതിൻ്റെ പേരാണ് മസ്ലിൻ ക്ലോത്ത്, മസ്ലിൻ കോട്ടൺ ടവൽ എന്ന് പറയും. അപ്പം ഇത് 100% മസ്ലിൻ കോട്ടൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ നെയ്ബർ ചേച്ചിയുടെ കുഞ്ഞ് യൂസ് ചെയ്തിട്ട് അത് കഴുകി ഇട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ചേച്ചിയോട് ചോദിച്ചത് എന്ത് ഇതാണ്. നമ്മൾ മോനൊക്കെ ആണെങ്കിൽ നമ്മുടെ ഉപ്പമാരുടെയൊക്കെ മുണ്ട് കീറിയിട്ടാണ് കുളിച്ച് കഴിഞ്ഞ് തുടച്ചൊക്കെ എടുക്കുന്നത്. അതൊരു നല്ല സോഫ്റ്റ് കോട്ടൺ ആണല്ലോ. അപ്പം ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എല്ലാം
ഞാൻ അങ്ങനെ ചോദിച്ചാണ് അറിഞ്ഞത് മസ്ലിൻ കോട്ടണോ എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച്. പിന്നെയാണ് ഞാൻ ഷോപ്പിൽ ഞാൻ ഇടയ്ക്ക് വെച്ച് പോയപ്പം അവിടെ ഇരിക്കുന്ന കണ്ടു ജസ്റ്റ്. അപ്പം അത് പിന്നെ നോക്കിയപ്പം മനസ്സിലായതിൻ്റെ തന്നെ ചെറിയ ടവലും ഒക്കെയാണ്. ഇത് വന്നിട്ട് 4 പീസ് ഉണ്ട് കേട്ടോ. 4 പീസ് ഉണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റ് മെറ്റീരിയലായിരുന്നു. നല്ല ലെന്ത് ഞാൻ നല്ല ലെന്ത് ഉണ്ട് കേട്ടോ. നമ്മളുടെ ഒരു ബാത്തിങ് ടവലുണ്ടല്ലോ അത്രയും ആ ഒരു ലെന്ത് വരും. നിങ്ങൾക്ക് പിന്നെ ഇത്രയും ആവശ്യം വരത്തില്ല. ഇത് നല്ലൊരു പ്രിൻ്റാണ്, നല്ല ഫാറ്റ് ഷേപ്പ് വരും പ്രിൻ്റ്. ഇതൊരു പീസ്, പിന്നൊരു ഫ്ലവർ, അതിൻ്റെ ഒരു പ്രിൻ്റ്, അതിൻ്റെ ഒരു നല്ല ഫ്ലവർ. നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കുമെന്നാണ് മറ്റേ ചേച്ചി പറഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രിൻ്റ് ഇങ്ങനെ കഴിപ്പിച്ചിരിക്കുന്നതാണോ ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ പറഞ്ഞു ഇതിപ്പോൾ ഇതാണ് പിന്നെ മൂവിങ് ഹെഡ്. പിന്നെ ഒരു ലീഫിൻ്റെ കൊണ്ടുവരുന്നുണ്ട്. പക്ക കോട്ടൺ ആണ്. അപ്പോൾ ഇത് നല്ലൊരു പ്രിൻ്റാണ്. ലീഫിൻ്റെ ഒരു ആനിമൽസ് ക്രൊക്കഡൈൽ, ബനാന ഇതൊക്കെ. ഈ വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഒക്കെ ഉള്ളതാണ്. 4 പീസുണ്ട്. അപ്പോൾ ഈ ലെന്ത് തന്നെയാണ് ഇവിടെ ഷോപ്പിൽ ഇരിക്കുന്നത്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 200 സംതിങ് ആയിരുന്നു 1 പീസ്. ഇത് 4 പീസ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് എന്തോന്നു പറയാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 325 റുപ്പീസാണ്. ഇതിൻ്റെ റേറ്റ് 325 റുപ്പീസാണ് 4 പീസ്. അപ്പം ഇത് എന്തുകൊണ്ടും പ്രൈസ് കൊണ്ടും ക്വാളിറ്റി കൊണ്ടും നല്ല വർക്കാണ്. അപ്പം പിന്നെ ഇത് ഷോപ്പിൽ ഒരു പീസിന് 200 സംതിങ് റുപ്പീസായിരുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ കർച്ചീഫ് വരുന്നുണ്ട്, മസ്ലിൻ ക്ലോത്ത്സിൻ്റെ. കുട്ടികൾ ഈ കവിട്ടുകൾ ചെയ്യുവാണെങ്കിൽ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ മെറ്റീരിയൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പം അത് ഞാൻ വാങ്ങിയിട്ടില്ല. വാങ്ങിയതിന് ശേഷം നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ വീഡിയോ ചെയ്ത് പറയുന്നതായിരിക്കും. ഇതിപ്പം പിന്നെ 4 സെറ്റാണ് കാണിച്ചിരിക്കുന്നത്. ഇത് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റാണ്. അതിലൊരു പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് കുറച്ച് ഓക്കെ ആയിട്ട് തോന്നിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി പ്രോഡക്റ്റ്സുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തൊട്ടടുത്തൊരു ആളെ കിട്ടുന്നുണ്ട്. ആളിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അല്ലേ നബു? അപ്പോൾ ബൈ ബൈ. ഓക്കെ.